ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവത്തെ വാസുദേവായ. ഓം അജ്ഞാനാതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമുക്ക് ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ പ്രത്യേകതകളുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ വലിയ ക്ഷേത്രങ്ങൾ, അതായത് തിരുപ്പതി, രംഗനാഥ്, പത്മനാഭസ്വാമി ക്ഷേത്രം, ഇതുപോലത്തെ വലിയ ക്ഷേത്രങ്ങളില് ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പൊ ജഗന്നാഥ് പുരിയിൽ ഞാനൊരു കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കർമാബായുടെ കിച്ചടി, അതാണ് അവിടുത്തെ പ്രത്യേകത. അത് എന്നും ഭഗവാന് ഓഫർ ചെയ്യുന്ന, ഭക്തന്റെ ഇതായിട്ട് ഓഫർ ചെയ്യുന്നതാണ് ആ ഒരു സംഭവം. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരാണെങ്കിൽ ലോകത്തിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള ടെമ്പിൾ ആണ്. പക്ഷെ എങ്കിലും അവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് ചിരട്ടയിലെ കണ്ണിമാങ്ങ കൊടുക്കുന്നതാണ്, ഭഗവാന് കൊടുക്കുന്നതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട നിവേദ്യം. അതുപോലെ വെങ്കിടാചലപതിക്കും ഒരു പ്രധാനപ്പെട്ട നിവേദ്യമുണ്ട്. അത് വന്നിട്ട് എന്താണ്, മൺപാത്രത്തില് അവിടെ കുബേരന്റെ കടം തീർക്കാൻ വേണ്ടിയിട്ട്, ഭഗവാന് കുബേരനായിട്ടൊരു കടമുണ്ട്. അപ്പൊ ആ കടം തീർക്കാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങള് എവിടെ നിന്നല്ല ആണെന്നറിയില്ല, എന്നാലും ആ ഭഗവാന് വന്നിട്ട് ഓരോ സംഭവങ്ങളും, സ്വർണം, രത്നം, പൈസ, അതുപോലെ എന്തൊക്കെയാണെന്നറിയില്ല, അതെല്ലാം കൊണ്ടാണ് ഒരു വർഷം അവർ കൊണ്ടുവയ്ക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഭഗവാന് മെയിൻ നിവേദ്യമായിട്ട് കൊടുക്കുന്ന എന്താന്ന് വെച്ചാല് മൺപാത്രത്തിലെ തൈര് സാധമാണ് ഭഗവാന് കൊടുക്കുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒരു മൺപാത്രത്തിൽ എല്ലാ ദിവസവും ഭഗവാന് തൈര് സാധം കൊടുക്കും. അപ്പൊ അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. അതായത് പണ്ട് തിരുപ്പതിയിൽ നിന്നും 7 മൈൽ അകലെയുള്ള ഒരു ഗ്രാമത്തില് ഭീമ എന്ന് പറയുന്ന ഒരാളും, അതുപോലെ തമാലിനി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ തമാലിനിയും ജീവിച്ചിരുന്നു. അപ്പൊ ഇവരുടെ മെയിൻ ഒക്കുപേഷൻ, ഇവര് മെയിൻ ആയിട്ട് ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ മൺപാത്രങ്ങള് ഉണ്ടാക്കി വിൽക്കുക, അതാണ് അവരെ ജോലി. അപ്പം എല്ലാ ദിവസവും ഇതുപോലെ പുതിയ പുതിയ മൺപാത്രങ്ങൾ ഉണ്ടാക്കും, അതുകൊണ്ട് വിൽക്കും. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനത്തിലാണ് അവര് ജീവിക്കുന്നത്. അപ്പൊ ഭീമ വന്നിട്ട് ഭഗവാന്റെ വലിയ ഭക്തനായിരുന്നു. ആ ഭീമ എന്നും ഭഗവാന് വേണ്ടിയിട്ട്, അതായത് അവർക്ക് ഭഗവാനാണ് എല്ലാം. ആ ഭീമയ്ക്കും തമാലിനിക്കും ഭഗവാനാണ് എല്ലാം. ഭഗവാൻ കഴിഞ്ഞിട്ടേ ആരുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭീമ വന്നിട്ട് എല്ലാ ദിവസവും മണ്ണ് കൊണ്ടൊരു തുളസി ഇല ഉണ്ടാക്കും. അത് ഉണ്ടാക്കി ഭഗവാന് ആദ്യം സമർപ്പിക്കും. അത് കഴിഞ്ഞ് തമാലിനി ഇതുപോലെ ഭീമ ഉണ്ടാക്കിയ മൺപാത്രത്തിൽ തൈര് സാധം ഉണ്ടാക്കി കൊണ്ടുവന്ന് ഭഗവാന് കൊടുക്കും. അപ്പൊ ഓരോ ദിവസവും പുതിയ പുതിയ മൺപാത്രങ്ങൾ, അതുപോലെ ഓരോ ദിവസവും പുതിയ പുതിയ മണ്ണ് കൊണ്ടുള്ള തുളസിയാണ് ഭഗവാൻ ഓഫർ ചെയ്യുന്നത്. അപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. അപ്പം ആ സമയത്ത് തിരുപ്പതി ഭരിച്ചിരുന്നത് തൊണ്ടമാൻ ചക്രവർത്തിയായിരുന്നു. അപ്പൊ തൊണ്ടമാൻ ചക്രവർത്തി വന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല്, അദ്ദേഹവും ഭഗവാന്റെ വലിയ ഭക്തനാണ്. എന്നാലും അദ്ദേഹത്തിനും അദ്ദേഹം വിചാരിക്കുന്ന വെച്ചാൽ അദ്ദേഹമാണ് ഭഗവാന്റെ വലിയ ഭക്തൻ എന്നൊരു വിചാരം തൊണ്ടമാൻ ചക്രവർത്തിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം എല്ലാ ദിവസവും ഭഗവാനെ പോയി തൊഴുവായിരുന്നു. എന്നിട്ട് ഭഗവാന് വന്നിട്ട് സ്വർണത്തില് തുളസി ഇല ഉണ്ടാക്കി ആര് കൊടുക്കുമായിരുന്നു? തൊണ്ടമാൻ ചക്രവർത്തി കൊടുക്കുമായിരുന്നു. അപ്പം ഈ സ്വർണ്ണ തുളസി ഇല കൊടുക്കുന്നത് കൊണ്ട് തന്നെ പതിയെ 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 അദ്ദേഹത്തിന്റെ ഉള്ളില്, ഈ രാജാവിന്റെ ഉള്ളിലും ഒരു അഹങ്കാരം ഉണ്ടായി. കാരണം ഞാനാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ, എന്നെ പോലെ ആർക്ക് ചെയ്യാൻ പറ്റും, ഭഗവാൻ എന്നെ പോലെ ആർക്ക് തുളസിയില കൊടുക്കാൻ പറ്റും, ഞാനാണ് ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തൻ എന്നൊരു ഒരു ഇത് തൊണ്ടമാൻ ചക്രവർത്തിയുടെ ഉള്ളില് ഉണ്ടാവാൻ തുടങ്ങി. അപ്പം ഭക്തരിൽ അഹങ്കാരം വന്നാൽ ഭഗവാൻ എന്ത് ചെയ്യും? അത് ശമിപ്പിക്കാൻ നോക്കും. അങ്ങനെ ഒരിക്കൽ ഇതുപോലെ സ്വർണ്ണ തുളസി ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്ന സമയത്ത് തൊണ്ടമാൻ ചക്രവർത്തി നോക്കുമ്പോഴത്തേക്കും ആ കാലില് മണ്ണില് കൊണ്ടൊരു തുളസിയല്ല നേരത്തെ ഉണ്ട് ഭഗവാന്റെ കാലില്. അപ്പൊ തൊണ്ടമാൻ ചക്രവർത്തി വിചാരിക്കാണ്, ഞാൻ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്, ഞാൻ എന്താ സ്വർണം കൊണ്ട് ഭഗവാന് തുളസിയില കൊണ്ട് സമർപ്പിക്കുകയാണ്. എന്നാ ഇതാരാണ് ഈ വെറും ചെളിമണ്ണ് കൊണ്ട് ആരാണ് തുളസിയില ഉണ്ടാക്കി സമർപ്പിക്കണേന്ന് ഇങ്ങനെ പറയും. എന്നിട്ട് അത് എടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭഗവാൻ പെട്ടെന്ന് അവിടേക്ക് പ്രത്യക്ഷപ്പെടുകയും, എന്നിട്ട് ഭഗവാൻ
തൊണ്ടമാൻ ചക്രവർത്തിനെ തടയും, ചോദിച്ചിട്ട് പറയും, ചക്രവർത്തി, അങ്ങയുടെ ഈ സ്വർണ്ണ തുളസി ഇലയെക്കാളും എനിക്ക് വലുത് ഈ മണ്ണില കൊണ്ടുള്ള തുളസി ഇലയാണെന്ന് പറയും. അപ്പം ചക്രവർത്തിക്ക് ആ ഒരു സമയം ഭഗവാൻ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴത്തേക്കും തന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അഹങ്കാരം, കത്തിക്കൊണ്ടിരുന്ന അഹങ്കാരം പെട്ടെന്ന് ആരോ വെള്ളം ഒഴിച്ച് അടച്ച ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന അഹങ്കാരമെല്ലാം മാറി. അപ്പം അദ്ദേഹം ചോദിക്കും, ഇത് ആരടങ്ങിക്ക് മണ്ണില കൊണ്ട് തുളസിയില ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ പറയും, അത് ഇങ്ങനെ ഇവിടുന്ന് 7 മൈൽ അകലെയുള്ള സ്ഥലത്ത് ഭീമ എന്ന് പറഞ്ഞ എന്റെ ഒരു ഭക്തനും തമാലിനി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഭാര്യയും താമസിക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യൂ, നീ അങ്ങോട്ട് പോയി അന്വേഷിക്കൂ, അവരെ അങ്ങോട്ട് പോയിട്ട് അന്വേഷിക്കൂ എന്ന് പറയും. അപ്പം രാജാവ് ചോദിക്കും, ഈ തുളസി ഇലയ്ക്ക് ഇത്രയും മഹാത്മ്യം അങ്ങ് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് ചോദിക്കും. അപ്പൊ ഭഗവാൻ പറയും, നീ അങ്ങ് പോയിട്ട് അന്വേഷിക്കൂ എന്ന് പറയും. അപ്പം ഈ ചക്രവർത്തി ഇത് കേട്ടിരുന്ന അദ്ദേഹത്തിന് ഒരു എന്താണ് ഒരു ക്യൂരിയോസിറ്റിയാണ്, എന്ന് വെച്ചാൽ ഇവര് ഇത്രയും വലിയ ഭക്തരെ കാണാൻ പോവല്ലേ. അതുകൊണ്ട് അദ്ദേഹം കേട്ട ആ സമയം തന്നെ കുതിര വണ്ടിയിൽ കയറി ആരെയും വിളിച്ചില്ല, ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, 7 മൈല് പോകാൻ തുടങ്ങി. അപ്പം കുറെ ദൂരം പോവാനുണ്ട്. അത് മാത്രമല്ല അന്ന് ഭയങ്കര വെയിലായിരുന്നു. എന്നാലും ഇതൊന്നും നോക്കാതെ ഒരിടത്ത് പോലും വിശ്രമിക്കാതെ രാജാവ് പോവാൻ തുടങ്ങി. അങ്ങനെ പോയി അവസാനം എങ്ങനെയോ കഷ്ടപ്പെട്ട് അവരുടെ കുടില് കണ്ടുപിടിച്ചു. നോക്കിയപ്പോഴത്തേക്കും ചെറിയ കുടില്, അത് മാത്രമല്ല വെളിയിൽ ഇങ്ങനെ മൺപാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ വെയിലിന്റെ ഇതും പിന്നെ ഇങ്ങനെ നിർത്താതെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ എല്ലാം കൊണ്ട് രാജാവ് ബോധക്ഷയം വന്ന് അവിടെ വീണു പോവാണ്. അപ്പൊ ഭീമയും തമാലിനിയും കൂടെ എന്ത് ചെയ്യാണ്, രാജാവിനെ എടുത്ത് കുടിലിന്റെ അകത്ത് കൊണ്ട് പോയിട്ട് അവർക്ക് അദ്ദേഹത്തിന് വെള്ളമൊക്കെ കൊടുക്കാണ്. അപ്പം ഈ രാജാവിന് അങ്ങനെ ബോധം വരാണ്. ബോധം വന്നപ്പോ രാജാവ് ഇങ്ങനെ ചുറ്റും നോക്കും. അത് കഴിഞ്ഞ് ഭീമേനെയും തമാലിനെയും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ രാജാവ് ചുറ്റും നോക്കുമ്പോ ചെറിയ കുടിൽ, കാരണം അവിടെ നിന്ന് തിരിയ സ്ഥലയിൽ അത്രക്ക് ചെറിയ കുടിലാണ് അവിടെ. ആ കുടിലിന്റെ അകത്ത് ഭീമ തന്നെ ഉണ്ടാക്കിയ ഭഗവാന്റെ കളിമണ്ണുകൊണ്ട് ഭീമ തന്നെ ഉണ്ടാക്കിയ ഭഗവാന്റെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിന്റെ ഫ്രണ്ടില് തുളസിയെല്ലാം ഓഫർ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് രാജാവ് ചോദിക്കും, അങ്ങ് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണെന്ന് ഞാൻ അറിഞ്ഞു, അങ്ങ് എങ്ങനെയാണ് അങ്ങയുടെ ഇത് ഇത്ര ഇതായതെന്ന് പറയും. അപ്പൊ ഭീമ പറയും, ഞങ്ങള് എല്ലാം ഭഗവാനിന് അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒന്നും ഭഗവാനില്ലാതെ ഞങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഭഗവാന് ഓരോ സംഭവങ്ങൾ ഓഫർ ചെയ്യുന്നത്. ഞങ്ങളെ കൊണ്ട് സ്വർണത്തിൽ ഇതോ അല്ലെങ്കിൽ ഇതോ ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇത് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുമ്പോൾ ഭഗവാൻ ഇത് സ്വർണം തന്നെയാണ് എന്ന വിശ്വാസത്തിലാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ രാജാവിന് ഭയങ്കര സന്തോഷമാവാണ്. എന്നിട്ട് ഭീമ ഒരു വിഷമം പറയാണ്, ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടും, അതായത് ഭഗവാൻ ഒരിക്കൽ പോലും ഞങ്ങളുടെ മുമ്പിൽ വന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അത്രയും പറഞ്ഞു തീർന്നതും വെളിയിലെ ഗരുഡന്റെ ഒച്ച കേൾക്കുകയാണ്. ഭഗവാൻ പത്മാദേവിയുടെ കൂടെയും ശ്രീദേവിയുടെ കൂടെയും അവിടേക്ക് വരാണ്. വന്ന് ആ ഭീമയുടെ കുടിലിന്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഭീമയും തമാലിനിയും രാജാവും കൂടെ ഓടിച്ചെന്ന് ഭഗവാന്റെ കാലിൽ വീഴുകയാണ്. കാലിൽ വീണിട്ട് ഭീമ പറയാണ് തമാലിനിയുടെ ആ മൺപാത്രവും തൈര് സാധം എടുത്തിട്ട് വരാം, ഇന്ന് നേരിട്ട് ഓഫർ ചെയ്യാലോ എന്ന് പറയാണ്. അങ്ങനെ അവരിത് കൊണ്ടുവന്ന് അത് നേരിട്ട് ഓഫർ ചെയ്യാണ്. നേരിട്ട് ഓഫർ ചെയ്ത ശേഷം ഭഗവാൻ പറയാണ്, ഇനി നിങ്ങളുടെ കർമ്മമൊക്കെ കഴിഞ്ഞു, ഇവിടെയുള്ള നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞു, വരൂ നമുക്കിനി തിരിച്ച് നമ്മുടെ ലോകത്തേക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. അപ്പം ഈ സമയത്ത് ഭഗവാൻ രാജാവിനോടൊരു കാര്യം ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല്, ഹരേ കൃഷ്ണ. അപ്പം ഈ സമയത്ത് ഭഗവാൻ രാജാവിനോടൊരു കാര്യം ചോദിക്കും. എന്താന്ന് വെച്ചാല്, എനിക്കും ഇനി എല്ലാ പ്രാവശ്യവും എന്റെ മുമ്പില് ഇതുപോലെ ഒരു ഇതില് തൈര് സാധം എനിക്ക് കൊണ്ട് തരണം എന്ന് രാജാവിനോട് ഭഗവാൻ ആ സമയം ചോദിക്കും. അപ്പം അതിനുശേഷം
എല്ലാ വർഷവും, അതായത് എല്ലാ പ്രാവശ്യവും, എല്ലാ ദിവസവും പുതിയ പുതിയ മൺപാത്രങ്ങളിൽ ഭഗവാൻ വന്നിട്ട് തൈര് സാധം കൊണ്ട് കൊടുക്കും. അപ്പൊ ഇനി എത്ര വലിയ സ്വർണ്ണ തളികയില്, എത്രയോ വലിയ സ്വർണ്ണ തളികകളാണ് ഓരോ ദിവസം ഓരോ ഭക്തര് വന്ന് കൊടുക്കുന്നത്. പക്ഷെ ഇതിനെല്ലാത്തിലും നിവേദ്യം അർപ്പിക്കുന്നതിന് മുമ്പ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് ആ മൺപാത്രത്തിലെ തൈര് സാധമാണ്. കാരണം ഭഗവാന്റെ മുമ്പില് ഭക്തർക്ക് വലിപ്പമെന്നോ ചെറുതൊന്നോ വലുതൊന്നോ ഇല്ല. അല്ലെങ്കിൽ ഭഗവാൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ പ്രയശ്യതി തദഹം ഭക്തി ഉപഹരിതം അശ്നാമി പ്രേതാത്മനക. എനിക്ക് നിന്റെ വലിയ സ്വർണ്ണമൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എന്താണ്, ഒരു പൂവോ ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഇതെന്തെങ്കിലും ഒന്ന് എനിക്ക് ഓഫർ ചെയ്താൽ മതി. പക്ഷെ അത് എങ്ങനെ ഓഫർ ചെയ്യണം? ഭക്തിയോടും സ്നേഹത്തോടും ഓഫർ ചെയ്യുന്നത് എന്തും ഞാൻ സ്വീകരിക്കും എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനുശേഷം ഇന്നും നമ്മള് തിരുപ്പതി പോവുകയാണെങ്കിൽ നമുക്ക് മൺപാത്രത്തിൽ തൈര് സാധം ഓഫർ ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പൊ ഇനി അടുത്ത കഥ എന്ന് പറയുന്നത്, ഭഗവാനും രാധാറാണിക്കും വേണ്ടിയിട്ട്, ഭഗവാനെയും രാധാറാണിയും സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ ഗോപികമാരുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട 108 ഗോപികമാരുണ്ട്. അവരിലും പ്രധാനപ്പെട്ട 8 ഗോപികമാരുണ്ട്. അതാണ് അഷ്ടസഖികൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ അഷ്ടസഖികൾ വന്നിട്ട് ലളിത, വിശാഖ, ചമ്പകലത, ചിത്രലേഖ, തുംഗവിദ്യ, ഇന്ദുലേഖ, പിന്നെ സുദേവി, പിന്നെ രംഗദേവി, ഇങ്ങനെ വന്നിട്ട് 8 സഖിമാരുണ്ട്. അപ്പൊ 8 സഖിമാരും അത് 8 സഖിമാരും വന്നിട്ട് ഭഗവാനെയും രാധാറാണിയും എപ്പോഴും അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം അവരെ എങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് 8 പേര്. അതില് ചിത്രലേഖ എന്ന് പറഞ്ഞ ഒരു സഖിയുണ്ട്. ഈ ചിത്രലേഖ എന്ന് പറഞ്ഞ സഖി എങ്ങനെയാണ് രാധാറാണിയുടെ ഗോപിക ആയത്, അതിന് പിന്നിലൊരു മനോഹരമായിട്ടുള്ള ഒരു കഥയുണ്ട്. അപ്പം ചിത്രലേഖ വന്നിട്ട് ബെർസാനയിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു ഗ്രാമം, അതായത് ചിപ്സോളി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ചിത്രലേഖ താമസിച്ചിരുന്നത്. അപ്പൊ അവിടുത്തെ ധർമ്മഭാനു എന്ന് പറഞ്ഞ ഒരു ആളുടെ മകളായിരുന്നു ചിത്രലേഖ. അപ്പൊ കുഞ്ഞിലെ തന്നെ ചിത്രലേഖയ്ക്ക് ഒരു കഴിവുണ്ടായിരുന്നു, പടം വരയ്ക്കാനുള്ള ഒരു സിദ്ധി ഉണ്ടായിരുന്നു. അപ്പം അച്ഛൻ വന്നിട്ട് ജ്യോത്സ്യനാണ്. അപ്പൊ അച്ഛന്റെ കയ്യിൽ നിന്ന് കുറെ ജ്യോത്സ്യമൊക്കെ പഠിച്ചു. അത് മാത്രമല്ല പടം വരയ്ക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ സരസ്വതി ഉപാസിക്കാൻ അച്ഛൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ സരസ്വതി ദേവിയെ ഉപാസിച്ച് തന്റെ കഴിവ് കുറച്ചും കൂടെ വളർത്തുകയാണ് ആര്? ചിത്രലേഖ. അപ്പം ചിത്രലേഖ സരസ്വതി ദേവിയുടെ കയ്യിൽ നിന്ന് വരം വാങ്ങിക്കുകയാണ്. കാരണം മുമ്പില് എന്തിന്റെ ഒരു പടം കണ്ടാലും അത് അതേപോലെ, അതിന്റെ പ്രതിബിംബം അതേപോലെ വരയ്ക്കുന്ന ഒരാളായിരുന്നു ചിത്രലേഖ. അപ്പൊ ഇങ്ങനെ വർഷങ്ങൾ കടന്നു പോവാണ്. ചിത്രലേഖ എന്നും വരയ്ക്കുമായിരുന്നു. പക്ഷെ ചിത്രലേഖ ഒന്ന് മാത്രം വരയ്ക്കത്തില്ല. ആൺകുട്ടികളുടെ അല്ലെങ്കിൽ ആണുങ്ങളുടെ പടം മാത്രം ചിത്രലേഖ വരയ്ക്കത്തില്ലായിരുന്നു. എന്തോ ചിത്രലേഖയ്ക്ക് അത് വരയ്ക്കുന്ന ഇഷ്ടമല്ലായിരുന്നു. ബാക്കി എന്തും വരയ്ക്കും. പക്ഷെ ആണുങ്ങളുടെ ഇത് മാത്രം ചിത്രലേഖ വരയ്ക്കില്ലായിരുന്നു. പുരുഷന്മാരുടെ പടങ്ങൾ മാത്രം ചിത്രലേഖ വരയ്ക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ വർഷങ്ങൾ കടന്നു പോവാണ്. ചിത്രലേഖ സരസ്വതി ദേവി ഉപാസിക്കുകയാണ്, ഭഗവാനെ മറക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരിക്കൽ ഭഗവാൻ ശ്രീധാമ, അതായത് രാധാറാണിയുടെ സഹോദരനാണ് ശ്രീധാമ. ശ്രീധാമ വന്നിട്ട് ഭഗവാന്റെ കൂടെ കാലി മേയ്ക്കാൻ പോവാണ്. എന്നിട്ട് പോകുന്ന സമയത്ത് പോയിട്ട് രാത്രി ആയപ്പോഴത്തേക്ക് ശ്രീധാമ കരയാണ്. ഭഗവാൻ ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത് ശ്രീധാമ എന്ന് ചോദിക്കുമ്പോ ശ്രീധാമൻ പറയാണ്, എനിക്ക് ഒരു മിനിറ്റ് പോലും അങ്ങേ പിരിഞ്ഞു നിൽക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ നാളെ രാവിലെ അല്ലേ കാണത്തുള്ളൂ. ഈ രാത്രി മുഴുവൻ അങ്ങില്ലാതെ ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് ഓർത്ത് കരയാണ്. അപ്പൊ ഭഗവാൻ പറയാണ്, ഒരു 2-3 മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ ശ്രീധാമ, നമ്മളിതാ നാളെ രാവിലെ കാണാൻ പോവല്ലേ എന്ന് പറയാണ്. അപ്പം ശ്രീധാമൻ പറയും, എനിക്ക് ഒരു മിനിറ്റ് പോലും അങ്ങില്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഭഗവാൻ ചോദിക്കും, ഇനിയിപ്പൊ ഞാൻ ഇത് എന്ത് ചെയ്യണം എന്ന് ചോദിക്കും. അപ്പൊ ശ്രീധാമൻ പറയും, ഭഗവാൻ ഒരു കാര്യം ചെയ്യൂ, അങ്ങയുടെ ഒരു പടം വരച്ച് എനിക്ക് തരൂ. അപ്പൊ അങ്ങ് ഇതുപോലെ രാത്രി സമയങ്ങൾ എനിക്ക് അതെങ്കിലും നോക്കിക്കൊണ്ടിരിക്കാലോ എന്ന് പറയും. അപ്പൊ ഭഗവാൻ പറയും, ശരി, എന്റെ ഒരു പടമല്ലേ നിനക്ക് വേണ്ട, ഞാൻ കൊണ്ടുതരാം എന്ന് പറയാം. അങ്ങനെ രാത്രി യശോദാമ്മയുടെ അടുത്ത് പോയിട്ട് യശോദാമ്മ വന്നിട്ട് ഭഗവാൻ കാലി മേച്ചിട്ട് വരുന്നത് കാത്തു നിൽക്കുകയാണ്. അപ്പൊ യശോദാമ്മയുടെ അടുത്ത് പോയിട്ട് ഭഗവാൻ പറയുകയാണ്, ഇങ്ങനെ എന്റെ ഒരു പടം വരയ്ക്കണം, എനിക്ക് ശ്രീധാമിക്ക് കൊടുക്കാനെന്ന് പറയാണ്.
അപ്പം ഇതിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം യശോദാമ്മ അവസാനം സമ്മതിക്കുകയാണ്. എന്നിട്ട് യശോദാമ്മ വന്നിട്ട് തന്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ചോദിക്കുകയാണ്, ഇതുപോലെ നന്നായിട്ട് പടം വരയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എല്ലാവരും പറയുന്നത് ചിത്രലേഖയുടെ കാര്യമാണ്. പക്ഷെ അവര് പറയുന്നുണ്ട് ചിത്രലേഖ പുരുഷന്മാരുടെ പടം വരയ്ക്കത്തില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ യശോദാമ്മ ചിത്രലേഖ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷെ കാരണം ചിത്രലേഖ വന്നിട്ട് അവിടുത്തെ ആരേക്കാൾ നന്നായിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. കാരണം ആ പിക്ചർ കറക്റ്റ് അതേപോലെ പേപ്പറിൽ ചിത്രലേഖ പകർത്തുമായിരുന്നു. അങ്ങനെ ചിത്രലേഖ കാണാൻ വേണ്ടിയിട്ട് യശോദാമ്മ പോവാണ്. അപ്പൊ യശോദാമ്മ അല്ല, ചിത്രലേഖ ഇങ്ങോട്ട് വരുത്താണ്. അപ്പൊ വരുത്തിയിട്ട് ചിത്രലേഖ വരികയാണ്. വന്നിട്ട് ചോദിക്കുകയാണ്, യശോദാമ്മ ചോദിക്കുകയാണ്, എന്റെ മകന്റെ പടം ഒന്ന് വരച്ചു തരുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ചിത്രലേഖ സമ്മതിക്കുന്നില്ല, ഞാൻ പുരുഷന്മാരുടെ പടം വരയ്ക്കത്തില്ല എന്ന് പറയാണ്. അപ്പം യശോദാമ്മ പറയുന്ന, അവൻ അങ്ങനെ പുരുഷനൊന്നും ആയിട്ടില്ല, അവൻ കുട്ടിയാണ്, ബാലനാണ് അവൻ, ഒന്ന് വരച്ചു തരുമോ എന്ന് പറയണം. അപ്പൊ യശോദാമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കൊണ്ട് ചിത്രലേഖ അവസാനം സമ്മതിക്കുകയാണ്, വരയ്ക്കാന്ന് പറഞ്ഞ് സമ്മതിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കുട്ടീനെ വിളിക്കൂ എന്ന് പറയാണ്. അപ്പം കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് യശോദാമ്മ വിളിക്കുകയാണ്. അപ്പൊ വന്നിട്ട് ഭഗവാൻ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വന്നപ്പോഴത്തേക്കും ചിത്രലേഖ നോക്കുമ്പോ അത് കുഞ്ഞു കുട്ടിയൊന്നുമല്ല, ഒരു 16-20 വയസ്സുള്ള ഒരു കുട്ടിയാണ് എന്ന് ചിത്രലേഖയ്ക്ക് ആ രീതിയിലാണ് തോന്നുന്നത്. ഭഗവാന്റെ ആ ഒരു ഫുൾ മുഖം എന്നാണ് ചിത്രലേഖയുടെ മനസ്സിന് നന്നായിട്ട് പതിയാണ്. അങ്ങനെ പക്ഷെ എന്നിട്ട് ഭഗവാൻ വന്നിട്ട് ചിത്രലേഖയോട് ചോദിക്കുകയാണ്, എന്നെ മറന്നല്ലേ? എന്നിട്ട് ചോദിക്കുകയാണ്, എന്ന് എന്റെ പടം കിട്ടും ചോദിക്കുകയാണ്. അപ്പൊ ചിത്രലേഖ പറയാണ്, 2 ദിവസത്തിനുള്ളിൽ യശോദാമ്മയുടെ കയ്യിൽ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ചിത്രലേഖ വീട്ടിൽ പോവാണ്. അപ്പൊ ചിത്രലേഖ ആ മനസ്സിൽ പതിഞ്ഞ പദമാണ് വരയ്ക്കുന്നത്. അങ്ങനെയാണ് എല്ലാ പടവും ചിത്രലേഖ വരയ്ക്കാറ്. അങ്ങനെ വീട്ടിൽ ചെന്ന് സരസ്വതി ദേവി ഉപാസിച്ച് ആ മനസ്സിൽ പതിഞ്ഞ പടം വരയ്ക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല ചിത്രലേഖയ്ക്ക്. കാരണം ആ പടം നന്നായിട്ട് മനസ്സിൽ പതിച്ചിട്ടുണ്ട്, പക്ഷെ ചിത്രലേഖയ്ക്ക് വരയ്ക്കാൻ പറ്റുന്നില്ല. എന്താണ് തനിക്ക് പറ്റിയത്? കാരണം താൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഏത് പടം കണ്ടാലും അതേപോലെ വരയ്ക്കുന്നുള്ള ഒരാളായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ പടവും കൊടുക്കണം. പക്ഷെ എന്തൊക്കെ ശ്രമിച്ചിട്ടും ചിത്രലേഖയ്ക്ക് ഭഗവാന്റെ പടം വരയ്ക്കാൻ പറ്റുന്നില്ല. അങ്ങനെ 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. ചിത്രലേഖയ്ക്ക് ഊണും ഉറക്കവും ഇല്ലാതെയായി. അങ്ങനെ അവസാനം ചിത്രലേഖ സരസ്വതി ദേവിയെ തന്നെ ധ്യാനിക്കുകയാണ്. അപ്പൊ സരസ്വതി ദേവിയെ ധ്യാനിച്ച സമയത്ത് സരസ്വതി ദേവി വന്നിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് ചിത്രലേഖയോട് പറയാണ്, നീ ആരുടെ പടമാണ് വരയ്ക്കാൻ ശ്രമിച്ചതെന്നറിയോ? ഞാൻ വന്നിട്ട് എല്ലാ ലോകങ്ങളിലും വെച്ചിട്ട് ഒരു സരസ്വതിയാണ്. എന്നെ പോലെ അനേകം സരസ്വതിമാരുണ്ട്, അതിലൊന്നാണ് ഞാൻ. ഈ എല്ലാ സരസ്വതിമാരും ഉപാസിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ പടമാണ് നീ വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പം ചിത്രലേഖ പറയാണ്, എനിക്ക് പടം വരച്ചു കൊടുക്കണം ദേവി, എന്തെങ്കിലും ഒരു ഇത്. അപ്പം സരസ്വതി ദേവി പറയാണ്, ചിത്രലേഖ ഭഗവാന്റെ പടം വരയ്ക്കുന്നെങ്കിൽ ആരുടെ സമ്മതം വേണം? രാധാറാണിയുടെ സമ്മതം വേണം. നീ പെട്ടെന്ന് പോയി ബർസാനയിലെ ശ്രീമതി രാധാറാണിയെ കാണൂ, കണ്ട് ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കൂ, ദേവിയുടെ സഖികളിൽ ഒന്നായി മാറും, നിനക്ക് തീർച്ചയായിട്ടും ഭഗവാന്റെ പടം വരയ്ക്കാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ ഇത് കേട്ട ഉടനെ ചിത്രലേഖ അവിടുന്ന് ഓടി ബർസാനെ പോവാണ്. ആ സമയത്ത് രാധാറാണി സഖിമാരുടെ കൂടെ അവിടെ ഇരിക്കുകയാണ്. രാധാറാണിയുടെ മുമ്പിൽ പോയി കരഞ്ഞു പറയാണ്, തന്റെ വിഷമങ്ങളൊക്കെ പറയാണ്. രാധാറാണി പറയാണ്, പോട്ട് ചിത്രലേഖ, ഇനി നീ പോയി വരച്ചു നോക്കും, നിനക്ക് വരയ്ക്കാൻ പറ്റും എന്ന് പറയാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് ചിത്രലേഖ വരയ്ക്കാൻ വേണ്ടി നോക്കുമ്പോ ചിത്രലേഖയ്ക്ക് ആ പടം, ഭഗവാന്റെ ആ ഒരു പടം അതേപോലെ ചിത്രലേഖയ്ക്ക് വരയ്ക്കാൻ പറ്റാണ്. അങ്ങനെ വരച്ച് രാധാറാണി പറയുന്നുണ്ട്, വരച്ചിട്ട് നീ ആദ്യം എന്നെ കൊണ്ട് കാണിക്കണമെന്ന് പറയാണ്. അങ്ങനെ വരച്ച് ആദ്യം രാധാറാണിയെ കൊണ്ട് കാണിച്ച് പിന്നെ അത് യശോദാമ്മയ്ക്ക് കൊടുക്കാണ്. യശോദാമ്മ നോക്കുമ്പോ ഭഗവാൻ അതേപോലെ വന്ന് നിൽക്കുന്ന ആ ഒരു രീതിയിലാണ് ചിത്രലേഖ വരച്ചിരിക്കുന്നത്. അങ്ങനെ ആ പടം ഭഗവാന് കൊടുക്കാണ്. അപ്പം ഭഗവാൻ പറയാണ്, ചിത്രലേഖ, നീ ചിപ്സോളിയില് എന്റെ വരവും കാത്ത് നീ അവിടെ വെണ്ണയൊക്കെ ഉണ്ടാക്കി നിൽക്കണം, ഞാൻ അതുവഴി വരുമ്പോ അത് അവിടെ കേറും എന്ന് പറയാണ്. അപ്പം ചിത്രലേഖ വന്നിട്ട് എല്ലാ ദിവസവും ഭഗവാന്റെ ചിപ്സോളിയിലോട്ട് ഭഗവാൻ വരുന്നത് കാത്ത് വെണ്ണയൊക്കെ ഉണ്ടാക്കി എല്ലാ ദിവസവും ഭഗവാന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. പക്ഷെ
ഇന്നും നമ്മള് ചിപ്സോളിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ചിത്രലേഖയുടെ ആ ഒരു ഇത് കാണാം, മന്ദിർ കാണാൻ പറ്റും. അവിടെ ഇന്നും വെണ്ണയും ഇതൊക്കെ ഉണ്ടാക്കി ഭഗവാന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് അവിടെ ചിത്രലേഖ. ഭഗവാനുമായിട്ട് നിൽക്കുന്ന അതാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണ് ചിത്രലേഖ സഖി അഷ്ടസഖികളില് പ്രധാനപ്പെട്ട അഷ്ടസഖികളില് ഒന്നായിട്ട് മാറിയത്. ഹരേ കൃഷ്ണ.